النبيين والصديقين والشهداء والصالحين. മുത്തുനബിയെ സ്നേഹിക്കുന്നവര് നിങ്ങൾ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല, നിങ്ങളെ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, അവിടുത്തെ കുടുംബമുണ്ടല്ലോ, അവിടുത്തെ ശുഹദാക്കളുണ്ടല്ലോ, അവിടുത്തെ സഹാബത്തുണ്ടല്ലോ, അവിടുത്തെ താബീങ്ങളുണ്ടല്ലോ, അവിടുത്തെ സ്വാലിഹീങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും. നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലും മുത്തുനബിയുടെ ചാരത്ത് നടക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാ, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നാളെ അവരുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിയുടെ ചിന്തയതാ, പടച്ചോനെ മുത്തിന് ഞാൻ മരിച്ചുപോയി, നാളെ जिस घर में जिंदगी भर रहना है क्या 4-5 ऑप्शन देख के फाइनल कर लोगे? സ്വർഗത്തിൽ ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ഞാൻ ഏറ്റവും അടിയിൽ, എനിക്ക് അവിടെ പോയാൽ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് 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 എല്ലും തോലുമായി ശരീരത്തിന്റെ നിറം പോലും മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിറവും മാറണ്ട, ശരീരവും സൂക്ഷിക്കണ്ട, വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചായാലും മതിയായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകണം. നമുക്ക് ആ ഒരു ചിന്തയെങ്കിലും, എപ്പോഴെങ്കിലും ഒരു ചിന്തയെങ്കിലും എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായിരുന്നു പ്രവാചകനോടുള്ള മഹബത്ത്. സഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സഹാബത്ത് ഇഷ്ടപ്പെട്ടത്? റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ നമ്മൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാം, ആരാ ഉമർ തങ്ങള്? ഉമർ തങ്ങളാ പറയുന്നത്. ഊരിപ്പിടിച്ച വാളും കണ്ടിങ്ങനെ നിൽക്ക. ആരാടാ? മുത്തുനബി വഫാത്തായെന്ന് എവനെങ്കിലും പറഞ്ഞ കൊല്ലിഞ്ഞ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെന്ന് പറഞ്ഞ അവനുള്ള മറുപടി എന്റെ വാളാ. ഒരാള് പോലും, ഒരൊറ്റ സഹാബി പോലും അടുത്തു വരാൻ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുക. ആ ഒരു അവസ്ഥയിൽ ഇന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ സഹാബത്ത് ആ രംഗം, എങ്ങനെയാ സഹാബത്ത്? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, മുത്തുനബിയുടെ തപ്പോഴും മുത്തുനബിയുടെ കൂടെ നടക്കുന്ന സഹാബിയ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കണം. മുത്തുനബിയുടെ വഫാത്തിന് ശേഷം ബിലാൽ തങ്ങൾ നാട് വിട്ട് തന്നെ പോയി. കാരണം എന്തെന്നറിയോ? മുത്തുനബി ഇല്ലാത്ത മദീന എനിക്ക് വേണ്ട. റസൂലുള്ളാഹി തങ്ങളില്ലാത്ത ഈ മദീനയിൽ ഈ ബിലാൽ എങ്ങനെ ജീവിക്കാനാ? ബിലാൽ റളിയല്ലാഹു തആല അൻഹു നാട് വിട്ടുപോയി. അവസാനം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഭാര്യയും മക്കളുടെ കൂടെ ജീവിക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, ബിലാലെ, എന്നെ നീ മറന്നുപോയോ ബിലാലെ? എന്നെ നിനക്ക് കാണണ്ടേ ബിലാലെ? ഇത്ര കാലമായി പോയിട്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട്, പടച്ചനെ പിന്നെ സമാധാനമില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പിന്നെ സമാധാനമില്ല. നേരം വെളുക്കണം വരെ ക്ഷമിക്കാൻ എല്ലാം വാരിക്കെട്ടി, എനിക്ക് മുത്തുനബിയെ കാണാൻ പോകണം സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തേക്ക് പോകണം. തന്റെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് വന്നു. ബിലാൽ തങ്ങൾ വന്നെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓടിക്കൂടി. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നിട്ട് എല്ലാവരും പറഞ്ഞു, ബിലാൽ തങ്ങളെ ഒന്ന് ബാങ്ക് വിളിക്ക്, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിളിക്കൂല. പല സ്വഹാബത്തും പറഞ്ഞു വിളിക്കാൻ പറ്റൂല. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളത്ത് കിടന്ന് കളിച്ച് ചിരിച്ച് നടന്ന മക്കളാ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ. രണ്ടുപേരും കൂടെ വന്നിട്ട് ബിലാൽ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിളിക്ക് തങ്ങളെ. ബിലാൽ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വിളിക്ക് തങ്ങളെ. ബിലാൽ തങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം മുത്തുനബിയുടെ കൊച്ചുമക്കളാ പറയുന്നേ. മഹാമഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളാ പറയണേ. എങ്ങനെ നിരസിക്കാനാ? അഹ്ലു ബൈത്തിന്റെ വാക്കല്ലേ. ഇന്നും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ. തങ്ങന്മാരുടെ വാക്ക്, സയ്യിദന്മാരുടെ വാക്ക്, അതങ്ങനെ അഹ്ലു ബൈത്തിന്റെ വാക്ക്. എല്ലാരും പറഞ്ഞു, ബിലാൽ തങ്ങളെ നിരസിച്ചു. പക്ഷേ
ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് മക്കളും അവിടെ നിന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് സഹിക്കാൻ, അവിടെ നിന്ന് തിരസിക്കാൻ കഴിഞ്ഞില്ല. മസ്ജിദ് നബവിയിൽ കയറി നിന്നിട്ട് ബാങ്ക് വിളിക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവരെ, മസ്ജിദ് നബവിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മദീനയിലെ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. മദീന നിവാസികളുണ്ടല്ലോ, പ്രായമുള്ളവരും രോഗം പിടിച്ച് കിടന്നവരും ആണും പെണ്ണുമെല്ലാം ബിലാൽ തങ്ങളുടെ വിളിയങ്ങ് കേട്ടപ്പോ, ബിലാൽ തങ്ങളുടെ മനോഹരമായ ബാങ്ക്, ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, കഅബാലയത്തിലെ ബാങ്കുണ്ടല്ലോ, മസ്ജിദ് നബവിയിലെ ബാങ്കുണ്ടല്ലോ, കേൾക്കുമ്പോ മനസ്സിനെന്ത് കുളിർമയെന്നറിയുവോ. ബിലാൽ തങ്ങൾ ബാങ്കങ്ങ് വിളിക്കാൻ തുടങ്ങുമ്പോ മദീന നിവാസികൾ മുഴുവനും ഇറങ്ങി ഓടുകയാണ്. പെട്ടെന്ന് അവർക്ക് മുത്തുനബിയെ ഓർമ്മ വന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം ഓർമ്മ വന്നു. ബിലാലിന്റെ ശബ്ദം കേൾക്കുമ്പോ എല്ലാവരും ഇറങ്ങി മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാണ്. ബിലാൽ തങ്ങൾ വിളിക്കുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. Why to make efforts when you have Brevistay to make the mood? അവിടുന്ന് ബാങ്കിങ്ങനെ വിളിക്കുകയാണ്. പടച്ചുറപ്പേ, ബിലാൽ തങ്ങൾ വിളിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബിയുടെ പേരങ്ങ് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പേരങ്ങ് പറഞ്ഞപ്പോ ബിലാൽ തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാണ്. ബിലാൽ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്, ശബ്ദമിടറുകയാണ്. പടച്ചവരെ, മുത്തുനബിയുടെ പേരങ്ങ് പറഞ്ഞപ്പോ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ബിലാൽ തങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല, ബിലാൽ തങ്ങൾ തളർന്നു പോയി. റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറയുമ്പോ അവിടെ നിന്ന് പിടഞ്ഞ് താഴെ വീണുപോയി. മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ഇതായിരുന്നു സ്വഹാബത്തിന്റെ. അല്ലാഹുവിന്റെ പ്രവാചകര് സ്വഹാബാക്കൾ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു നേതാവിനെയും ലോകത്ത് ഇതുവരെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ എത്ര വലിയ നേതാവാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യരും ഒരു നേതാവിനെ സ്നേഹിച്ചിട്ടില്ല. ഒരാളും ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ടാ സഹോദരാ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും പേടിയതല്ലേ ഈ സ്നേഹത്തിന്റെ മുന്നിലല്ലേ, ഈ സ്നേഹത്തിന്റെ മുന്നിലല്ലേ പലരും പേടിച്ചു പോയത്. ഇന്നും അവർക്ക് പേടിയാണ്, ഇന്നും അവർക്ക് പേടിയാണ്, അവർക്ക് അത്ഭുതമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരു മനുഷ്യനെ ഇവർ ഇത്ര സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്.